ലൈവില് അനീഷും അനുമോളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് കുറച്ച് ദിവസങ്ങളായി, അതായത് 2 ദിവസത്തോളമായി അനുമോളുടെ പിന്നാലെ നടക്കാണ് ആദിലയും നൂറയും തമ്മിലുള്ള ആ ഒരു വഴക്ക് മാറ്റാൻ. അപ്പോൾ അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും പുറത്തു വരാന്ന്. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഇമോഷൻ വേറൊരു ലെവലായിരിക്കും. അപ്പോഴായിരിക്കും മനസ്സിലുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വന്ന ആദിലയുടെയും നൂറയുടെയും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വായിച്ചറിഞ്ഞ് ആ ഒരു സങ്കടത്തിലും വിഷമത്തിലും നിൽക്കുന്ന അനുമോളുടെ അടുത്തേക്ക് അനീഷ് എത്തിയിരിക്കുന്നത്. അനീഷിനുള്ള മറുപടിയും അനുമോൾ വളരെ വ്യക്തമായി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അല്പസമയം മുമ്പ് ലൈവിൽ അനീഷും അനുമോളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അനീഷ് പറയാൻ ശ്രമിക്കുന്നത് ആദിലയും നൂറയുമായിട്ടുള്ള ആ ഒരു പരിഭവം എല്ലാം പറഞ്ഞു തീർക്കണം, വഴക്ക് മാറ്റണമെന്ന്. അനീഷ് ഇന്നലെ മുതൽ പറയുന്നുണ്ട്. 2 ദിവസമായി അനീഷ് ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ പിന്നാലെ നടക്കുന്നു. അപ്പോഴും വ്യക്തമായ മറുപടി അനുമോൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ അവരെ സഹോദരിമാരെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെന്നോട് ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്കൊരു വിഷമം വന്നു. പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ റിലേഷൻ എന്താണെങ്കിലും ഞങ്ങളത് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് പറ്റില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പോവില്ല, എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ പറഞ്ഞു. ഇന്നും അനീഷ് അത്തരത്തിൽ തന്നെ വന്നിട്ടുണ്ട്. രാവിലെയും വന്നിരുന്നു. അല്പസമയം മുമ്പ് ലൈവിൽ അനുമോളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വാശിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുക്കളയിലൊക്കെ കയറിയില്ലേ, അതേപോലെ അവരോട് മിണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമ്മളൊക്കെ മനുഷ്യരല്ല, ഇവിടുന്ന് പോകാനുള്ളതല്ലേ എന്നൊക്കെ. ഒരു പക്ഷേ പലതരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജീസോ അനീഷിന് അറിയാം. ആദിലക്കും നൂറക്കും അത്ര വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് ഇത്രയും വർഷത്തെ ബിഗ് ബോസ് കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അനീഷിന് അറിയാമായിരിക്കും. ആദിലയും അനുമോളും നൂറയും തമ്മിലുള്ള ആ റിലേഷനിലെ ഇവരുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റായി മാറിയേക്കാം. അതായത് അനുമോൾക്ക് കിട്ടേണ്ട വോട്ടുകൾ പലരും ആദിലക്കും നൂറയ്ക്കും കൊടുത്തേക്കാം. കൂടാതെ ആദിലയും നൂറയും അവരുടെ പോസിറ്റീവ് വശങ്ങളെല്ലാം തന്നെ അനീഷ് സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ അവർ പോലും അറിയാതെ അവരുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് ആദിലയും നൂറയും നല്ല കണ്ടസ്റ്റൻ്റാണ്, അനുമോളും ആദിലയും നൂറയും കൂട്ടുകെട്ടുകൾ വളരെ നല്ലതാണെന്നൊക്കെ. അങ്ങനെ ആകുമ്പോൾ അനുമോൾക്ക് കിട്ടേണ്ട വോട്ടുകളെല്ലാം ആദിലയ്ക്കും നൂറയ്ക്കും കൂടി ഷെയർ ചെയ്യപ്പെടും. ഇത് വളരെ വ്യക്തമായി അറിയാവുന്ന അനീഷ് അത്തരം ഒരു കളി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇപ്പോഴിത് അല്പസമയം മുമ്പ് വീണ്ടും പറഞ്ഞുകൊണ്ട് വരാണ്. ഇതിനു മുമ്പ് അനുമോള് വഴക്കിട്ട് പലരോടും നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അനീഷ് ഇത്രമാത്രം അനുമോളെ പിന്നാലെ നടന്നിട്ട് ആ വഴക്കൊന്നും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അതിനും അനീഷിൻ്റെതായ ന്യായങ്ങളുണ്ട്. അതിലെടുത്ത് നൂറെടുത്തും ഉണ്ടായിരുന്ന പോലെയുള്ള റിലേഷൻ ആയിരുന്നില്ല ബാക്കിയുള്ളവരുടെ അടുത്ത്. അപ്പോൾ ശൈത്യമായിട്ട് വഴക്കിട്ട് അപ്പോഴൊന്നും അനീഷിനെ ആ ഭാഗത്തൊന്നും കണ്ടിരുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഷാനവാസും അനുമോളുമായിട്ട് ഭയങ്കര ക്ലോസ് റിലേഷൻ ആയിരുന്നു തുടക്കത്തിൽ. പിന്നീട് അവർ അകന്നപ്പോഴും അനീഷ് ഇതുപോലെ പിന്നാലെ നടന്നിട്ട് അനുമോളോട് വഴക്ക് മാറ്റിക്കാനോ ഒന്നും നടന്നില്ല. തൻ്റെ സ്വന്തം മിത്രമായ ഷാനവാസിനോടും അനീഷ് അങ്ങനെ പറയുന്നതായിട്ടൊന്നും നമ്മൾ ലൈവിൽ ഞാൻ കണ്ടില്ല. പക്ഷേ അനുമോളും അതിലെ നൂറയും തമ്മിൽ ഇപ്പോൾ അവസാന ഘട്ടം എത്താറായി. വോട്ട് തുടങ്ങാൻ പോവാണ്. 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാലെ വോട്ടിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോളുടെ വോട്ട് തന്നേക്കാൾ കൂടുതലാണെങ്കിൽ, പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കണം എന്നുള്ളത് അനീഷിൻ്റെ ആവശ്യമാണ്. ഗെയിം കളിക്കാൻ വന്ന ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതേ രീതി തന്നെ ചിന്തിച്ച് അനീഷിൻ്റെതായ പണികൾ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസമായി അനുമോളുടെ പിന്നാലെ നടന്ന് ഇപ്പം എന്താ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ, ഒന്ന് മിണ്ടു എന്നുള്ള രീതിയിൽ. ആ റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലോ കണ്ടപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം എന്നാണ്. ആദിലയും നൂറയും പിന്നാലെ നടന്ന് അനുമോളെ ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും പുറത്തു വന്നു. അനുമോൾക്കും മനസ്സിലായിട്ടുണ്ട്. സ്വന്തമായി ചിന്തിച്ച് മറ്റുള്ളവരുടെ വാക്കിലൊന്നും വീഴാതെ സ്വന്തമായി ചിന്തിച്ച് കളിക്കാനായിട്ട് അനുമോൾക്ക് കഴിയട്ടെ. നമുക്ക് നോക്കാം, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.